ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക നിറച്ചത്, അല്ലെങ്കിൽ പാവയ്ക്ക ഫ്രൈ, അല്ല സ്റ്റഫ്ഡ് പാവയ്ക്ക, എന്തു വേണേലും പറയാം. അത് ചെറിയ പാവയ്ക്ക വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വലിയ പാവയ്ക്ക വെച്ചും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണം. വെട്ടി തിളക്കട്ടെ. ഞാൻ ഈ ചെറിയ പാവയ്ക്ക എടുത്തിരിക്കുന്നത്. വലിയ പാവയ്ക്കയാണ് നമ്മൾ അതിൻ്റെ പുറമെല്ലാം ഇങ്ങനെ ഒരുപാട് മുള്ളുള്ളതാണ് എടുക്കണം. എന്നിട്ട് നമ്മൾക്ക് വറക്കണം. മസാല വറക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇത് ചെറിയ മുള്ളാണെങ്കിൽ കളയണ്ട. ഞാൻ ഇതിപ്പോൾ കളയുന്നില്ല. ചെറിയ മുള്ളും ആ ചെറിയ പാവയ്ക്കമല്ലേ. ഇതേമാതിരി അകത്തെ കുരു കളഞ്ഞ് നമ്മളിങ്ങനെ എടുക്കണം. ഇതെല്ലാം കളഞ്ഞു വെച്ച പാവയ്ക്കയാണ്. വെള്ളം വെട്ടി തിളച്ചു. അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടു പാവയ്ക്ക. ഈ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കണം. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് തന്നെ വേണ്ട. ഇത് നിർത്തി വെച്ചാൽ മതി. നമുക്ക് 1 മിനിറ്റ് അതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ എടുക്കാം. വെള്ളത്തിൽ നിന്ന് വാടി. ഇനി മസാലയ്ക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: 1 ടേബിൾ സ്പൂൺ ഉഴുന്ന, തൊമര അല്ലെങ്കിൽ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ തേങ്ങ തിരികിയത്, മുളക് എത്രയെന്ന് പറയണ്ട, ഓരോരുത്തർക്കും എരിയുടെ ആവശ്യത്തിന്, കായപ്പൊടി, കറിവേപ്പില. ഇത് ഇത്രയും കൂടെ നമ്മൾ നന്നായിട്ട് വറുത്ത് അരച്ചെടുക്കണം. ഇനി ചീനച്ചട്ടി അടുപ്പ് വെച്ച തേങ്ങ, നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയതെല്ലാം ഇടണം. കായമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇടാം. ഇത് കായപ്പൊടി ആയതുകൊണ്ട് നമ്മൾ ഒപ്പം ഇടുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് വറക്കണം. മുളക് പൊടിയായിരുന്നെങ്കിലും കുഴപ്പമില്ല. അത് കഴിയാറാവുമ്പോൾ, വറുത്ത് കഴിയാറാവുമ്പോൾ ഇട്ടാൽ മതി. ഇതിപ്പം നമ്മൾ നന്നായിട്ട് മൂപ്പിക്കണം. കായപ്പൊടി പൊടിയായതുകൊണ്ട് നമ്മൾ വറുത്ത തീരാറാവുമ്പോൾ ഇട്ടാൽ മതി. മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്തു. ഇനി തണുക്കട്ടെ. തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത്ര കായപ്പൊടി ഇട്ടിട്ട് വേണം നിർത്താൻ. കായപ്പൊടി ഇട്ട് ആ ചൂട് കൊണ്ട് കായ മൂത്തോളം മതി. ഇനി ഇത് തണുത്ത് നമുക്ക് പൊടിക്കാം. എല്ലാം പൊടിച്ചു. നന്നായിട്ട് പൊടിച്ച് ഞാൻ. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ നമുക്കത് ഇനിയും എടുക്കാം. ഇനി നമ്മൾ കുറച്ച് മസാല, നമ്മുടെ പാവയ്ക്കയ്ക്ക് വേണ്ടിയ മസാല എടുത്ത് അതിന് പാകത്തിന് ഉപ്പും കൂടി എടുക്കണം. ഉപ്പ് അവരവരുടെ പാകത്തിന്. പൊടിച്ച മസാല ഉപ്പും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. എന്നിട്ടത് വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതി. പക്ഷെ പാവയ്ക്കയ്ക്ക് നെയ്യ് വലിയ സ്വാദുമാ, ഗുണവുമാ. കയ്പ്പ് കുറയും. കയ്പ്പ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് കയ്പ്പ് കുറയും. അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക, ബാക്കി വെള്ളം ഒഴിക്കാം. പാവയ്ക്കകത്ത് വെള്ളമുണ്ട്, അതെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് മസാല വെക്കണ്ട. അപ്പോൾ അത് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിൽ നന്നായിട്ട് തേച്ചിങ്ങനെ അങ്ങോട്ട് അകത്ത് നല്ല നല്ല കനത്തിൽ തന്നെ പിടിപ്പിക്കണം.
നിറച്ച് മസാല ഇഷ്ടമുള്ളവർക്ക് വെക്കാം. ഞാൻ പക്ഷെ അങ്ങനെ വെക്കാറില്ല. അത്ര വളരെ കഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഒന്നുകിൽ ഇങ്ങനൊരു നൂലിട്ട് കെട്ടണം. ഇങ്ങനെ മാത്രം ആയാലും മതി. എന്നിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് എടുത്ത് ഇങ്ങനെ അങ്ങോട്ടായാൽ അത് ഉറച്ചിരിക്കും. പിന്നെ നമുക്ക് ആ ടൂത്ത് പിക്കിങ് കഴുകിയെടുക്കാമല്ലോ. പാവയ്ക്കായുടെ ഒക്കെ അകത്ത് നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഇനി ഒരു പാത്രം അടുപ്പേ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഇത് അതിലേക്ക് ഇടണം. എണ്ണ ചൂടായി, ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അത് മൊരിക്കണം. അവിടെ കിടന്ന് മൊരിയട്ടെ. നമ്മളുടെ പാവയ്ക്ക സ്റ്റഫ്ഡ് പാവയ്ക്ക റെഡിയായി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം, ഒന്ന് ആറട്ടെ. നമ്മളുടെ സ്റ്റഫ്ഡ് പാവയ്ക്ക റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.